ഹായ് ഹലോ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഹൗസ് ടൂർ വീഡിയോ ആണ്. നമ്മളിവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം 2 months കഴിഞ്ഞു. ഞങ്ങൾ February 5th കീ കിട്ടിയതും. അപ്പോൾ 2 മാസത്തിൽ കൂടുതലായി ഞങ്ങളിവിടെ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഹൗസ് ടൂറാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് അനിയൻ്റെ വീടാണ്. അപ്പോൾ അനിയൻ്റെ വീട് തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും വീട് തൊട്ടടുത്താണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ അനിയൻ്റെ വീട്. അപ്പം നമ്മുടെ വീട് ഇതാണ്. നമ്മുടെ വീട് ഇവിടെ അങ്ങനെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പോകുന്ന ഇതിന് തൊട്ടപ്പുറത്താണ് ഗ്രോസറി ഐറ്റംസ് അങ്ങനെ പാറ്റൻസ് അങ്ങനെ പറയുന്ന ഷോപ്പുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിരിക്കുന്ന ഏരിയ. അപ്പോൾ നമ്മളുടെ വീട്, ദിസ് ഈസ് അവർ വീട്. ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് വരും. ഇങ്ങനെ പോയി നമ്മളുടെ വീടിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ്. എൻട്രൻസിൽ നമ്മൾ ഇവിടെ ഷൂറാക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ഗ്യാരേജാണ്. ഗ്യാരേജ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഏരിയ. നമ്മുടെ 2 കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുക. ഇന്ത്യൻസ് മെയിനായിട്ട് കുക്കിങ്ങിനും ഒക്കെ ആയിട്ടാണ് ഞാൻ. അപ്പോൾ ഇതിലൊരു കിച്ചൺ പണിതിട്ട് അതിൽ കുക്ക് ചെയ്യാൻ, അത് വേറൊരു കിച്ചൺ സെറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യണ അതൊക്കെ ഉണ്ട്. കാരണം നമ്മൾക്ക് കൂടുതലും ഈ എന്താ പറയുക, ഭയങ്കര നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യാനുണ്ട്. നമ്മളുടെ വീട്ടിൽ ഹോൾ വീട്ടിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുറത്ത് കുക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഗ്യാരേജിൽ കുക്ക് ചെയ്യുമ്പോൾ ആ സ്മെല്ലും കാര്യങ്ങളൊന്നും വീടിൻ്റെ അകത്ത് ഹോൾ റൂമിലൊന്നും സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും നമ്മളിങ്ങനെ ഗ്യാരേജിൽ കുക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതാണ് ഈ ഗ്യാരേജ് എന്ന് പറയുന്നത്. ഗ്യാരേജ് എന്ന് പറയുന്നത് മെയിനായിട്ട് കാറ് പാർക്ക് ചെയ്യാനാണ്. പിന്നെ നമ്മൾക്കത് അപ്ഗ്രേഡ് ചെയ്തിട്ട് കിച്ചണായിട്ടോ അതല്ലെങ്കിൽ ബെഡ്റൂമായിട്ടോ യൂസ് ചെയ്യാം. കാരണം നമ്മളെന്തായാലും ഗ്യാരേജ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണി വാഷ് ചെയ്യണം, അല്ലാണ്ട് നമ്മളുടെ ആവശ്യമാണ് പെട്ടെന്ന് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്തേക്കണം. അത് ഗ്യാരേജ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നില്ല. ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെ നിന്നൊരു ബാക്കിലോട്ട് ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്ലോത്ത് റാക്കിങ്ങൊക്കെ അവിടെയാണുള്ളത്. അങ്ങോട്ട് ബാക്കിലോട്ട് അവിടെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഗ്യാരൊക്കെ പുറത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ എൻട്രൻസ്. അപ്പം നമ്മളിനി വീട്ടിൻ്റെ അകത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ എൻട്രൻസ്. നമ്മളുടെ എൻട്രൻസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഒന്നാണ് കേട്ടോ. അത് ഒരു 6 feet നെറ്റിപ്പട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മളുടെ കീയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതും ഞാൻ നാട്ടിൽ ചെയ്യിച്ചാണ്. ഞങ്ങളുടെ ഫോട്ടോ, ഒരു ആനിമേറ്റഡ് പിക്ചർ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കീയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഔട്ട്സൈഡ് വ്യൂ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ലോഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ TV ഏരിയ, ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെയാണ്. പിന്നെ നമ്മളുടെ ലോഞ്ചിലാണ് നമ്മളുടെ പൂജാ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂജാ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു ഷെൽഫ് വാങ്ങിയിട്ട് ഞങ്ങൾ DIY ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മണിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൃഷ്ണനും അതുപോലെ തന്നെ വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോഞ്ച്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനെ ഗ്ലാസ്സാണ്. അപ്പോൾ ഭയങ്കര വ്യൂ ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കർട്ടൻസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതാണ്. അത് നമ്മുടെ പുറം ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ പിള്ളേർ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് നമ്മളവിടെ കാര്യങ്ങളൊക്കെ എപ്പോഴും കളിക്കുന്നതാണ്. നമ്മൾ വീട് കിട്ടിയതിന് ശേഷം നമ്മൾ ഹാൻഡ് ഓവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സേഫാണ്. പിള്ളേർ വീടിനകത്ത് ഹോളി, കാരണം ആ ഏരിയയും ലോക്കാണ്, ഈ ഏരിയയും ലോക്കാണ്. പിള്ളേരും കാര്യങ്ങളൊക്കെ കളിക്കാനും ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു
ഗേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. അപ്പം നമ്മളുടെ ലോഞ്ച് ഏരിയയിൽ നിന്ന് നമ്മളിങ്ങനെ കയറുമ്പോൾ നമ്മളുടെ ഒരു ക്ലോക്ക്, ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, ആമസോണിൽ നിന്ന് എന്തോ ബൈ ചെയ്തതാണ്. ഇതിങ്ങനെ 2 സൈഡ് ക്ലോക്കാണ്. ഇപ്പോൾ ടൈം ഇവിടെ ഏകദേശം 11 മണിയായിട്ടുണ്ട്. 2 സൈഡ് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ 2 സൈഡ് ക്ലോക്കിൻ്റെ ആരെങ്കിലും താല്പര്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലിങ്കും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു 2 സൈഡ് ക്ലോക്ക്. ഇവിടെ നമ്മളൊരു ഞങ്ങളുടെ ഒരു പിക്ചർ ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നതാണ്, ചിന്നു ആരോണം ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെയാണ് കിച്ചണുള്ളത്. കിച്ചൺ എന്ന് പറയുമ്പോൾ കാരണം നമ്മൾ ഫുൾ ബ്ലാക്ക് കിച്ചണാണ് കേട്ടോ. അപ്പോൾ നമ്മളത് നമ്മൾ വീട് കണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് പണിതാനോണ്ട് നമ്മൾ ഫുൾ ബ്ലാക്ക് ആക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. കാരണം നമ്മൾക്ക് ഈസി ടു മെയിൻറ്റെയിൻ ആണല്ലോ ബ്ലാക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഫുൾ ബ്ലാക്ക് കിച്ചണാണ്. പുതിയതായിട്ട് ന്യൂസിലാൻഡിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് കുക്ക് ടോപ്പുകളായിരിക്കും. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ഗ്യാസ് കുക്ക് ടോപ്പുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ വീട് പണിത സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഗ്യാസ് കുക്ക് ടോപ്പ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് എക്സ്ട്രാ ചെയ്യിപ്പിച്ചതാണ്. കാരണം പ്ലാൻ പ്രകാരം അതിൽ ഇലക്ട്രിക് കുക്ക് ടോപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് കുക്ക് ടോപ്പ് ആക്കി മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ. അപ്പോൾ നമ്മൾ കുറേ പ്ലാനിൽ ചേഞ്ചസും കാര്യങ്ങളും, ആക്ച്വലി ഇത് ഫുൾ ഏരിയ നമ്മളിങ്ങനെ കിച്ചൺ ആയിരുന്നു. അപ്പോൾ നമ്മളതിന് മൊത്തം പ്ലാൻ ചെയ്യുന്നത് നമ്മളിവിടെ ഒരു പാൻട്രി ഏരിയ, അതായത് നമ്മളെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഇത് പാൻട്രി ഏരിയ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ താഴെ എന്ന് പറയുന്നത് നമ്മളുടെ ഓവനാണ് കേട്ടോ. ഇത് ഓവനാണ്. അപ്പോൾ നമ്മൾക്ക് ബേക്ക് ചെയ്യാനോ അതുപോലെ ഗ്രില്ല് ചെയ്യാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിയിൽ ഓവനുണ്ട്. ഇവിടെ നമ്മുടെ കിച്ചൺ ഐലൻഡ്. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡിഷ് വാഷർ. ഇവിടെ ഒരുവിധം ഉള്ള വീടുകളിലൊക്കെ ഉള്ള സാധനമാണ് ഡിഷ് വാഷർ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഡിഷ് വാഷർ ഇത് നമ്മുടെ ലൈറ്റും നമ്മൾ എക്സ്ട്രാ നമ്മൾ വാങ്ങി കൊടുത്താണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 3 കളർ ഓപ്ഷനാണ്. അതിപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ചേഞ്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന നമ്മൾ ഓൺ പ്രൈസിൽ വാങ്ങിക്കൊടുക്കുന്നതാണ് കേട്ടോ. ഒരു വേറെ കളർ, ഇത് 3ാമത്തെ കളർ. അങ്ങനെ 3 കളർ ഓപ്ഷൻസ് നമ്മുടെ ഈ ലൈറ്റിനുണ്ട്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഏരിയ ഒരു ഡോറുണ്ട്, സ്ലൈഡിങ് ഡോറ്. കിച്ചൺ പാൻട്രി ഏരിയ കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻട്രി ഏരിയ, അവിടെ ഒരു സിങ്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സിങ്ക്. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നമ്മൾ 8 സീറ്ററിൻ്റെ ഒരു ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചു തരാം. പിന്നെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഞാനിവിടെ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഔട്ട്ഡോർ വരുന്നത് കേട്ടോ. ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർസാണ്. ഇതൊരു സ്ലൈഡിങ് ഡോറാണ് പുറത്തേക്കുള്ളത്. ഇതാണ് നമ്മളുടെ ഔട്ട്സൈഡ്. ഇതും നമ്മൾ ഡെക്കിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. അത് നമ്മുടെ ഔട്ട്സൈഡ്. അതുപോലെ തന്നെ അതായത് നമ്മുടെ ഹീറ്ററും പ്ലസ് എയർ കണ്ടീഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിൻ്റർ വരുമ്പോൾ നമ്മളിത് ഹീറ്ററായിട്ടും സമ്മർ വരുമ്പോൾ എയർ കണ്ടീഷനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമ്മുടെ കിച്ചൺ ഐലൻഡ്, അത് നമ്മുടെ ഫ്രിഡ്ജ്. ഇവിടെയും ഒരു സ്ലൈഡിങ് ഡോറാണ്. ഇതും നല്ല അവിടെ ഒരു നമ്മൾ പുറത്ത് നമ്മൾ ലോക്ക് വെച്ചിട്ട് ഈ ഇങ്ങനെ ഒരു ഫുൾ ഏരിയ നമ്മുടെ ഡെക്കിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. നമ്മളിങ്ങനെ പോയി നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇതാണ് നമ്മളുടെ ചുട്ടൂടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുട്ടു തുടയ്ക്കാണോ? ചുട്ടു തുടയ്ക്കാണോ?
അപ്പോൾ നമ്മളിവിടെ കിച്ചണിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് കടക്കുമ്പോഴാണ് നമ്മളുടെ ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളുടെ വീടെന്ന് പറയുന്നത് 3 ബെഡ്റൂമാണ്. അപ്പം ഇങ്ങനെ കടക്കുമ്പോൾ ഇവിടെ നമ്മളുടെ 2 പേരുടെ ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ്. ചേച്ചി അനിയത്തിയും, ഇത് മിത്ര, ഇത് മിടി. അപ്പോൾ അവരുടെ ഫോട്ടോസാണ്. പിന്നെ ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മളുടെ ഗ്യാരേജിൻ്റെ എൻട്രൻസ്. ഗ്യാരേജ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്യാരേജ്. അപ്പോൾ ഗ്യാരേജ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ ഗ്യാരേജ്. നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കണ്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ലാഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ അൺവാണ്ടഡ് ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗ്യാരേജിൽ നിന്ന് ഇവിടെ നിന്നൊരു ഔട്ട് സൈഡിലേക്ക് നമ്മളിവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോറിൽ നമ്മളിങ്ങനെ ഔട്ട് സൈഡ് പോകുമ്പോൾ ഇതാണ് നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ തോരുന്ന അഴയും കാര്യങ്ങളൊക്കെ ഇതാണ്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള വീട്, ഇത് നമ്മുടെ ബാക്ക് യാർഡ്. അപ്പോൾ നമ്മളുടെ ബാക്ക് യാർഡിൽ നമ്മൾ ഒരു ഗാർഡൻ ഷെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ബോക്സ്. അപ്പോൾ യെല്ലോ എന്ന് പറയുന്നത് ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്യാരേജിൽ നമ്മൾ ഇങ്ങോട്ട് എൻ്റർ ആകുമ്പോഴാണ് ഇവിടെയാണ് നമ്മളുടെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് സുട്ടുവിൻ്റെ ബെഡ്റൂമാണ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഗസ്റ്റ് റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലിനൻ കബേർഡ് ഉണ്ട്, സുട്ടുണ്ട് ഇവിടെ അല്ലേ സുട്ടു? ഓക്കെ. അപ്പം നമ്മളുടെ ഇതെന്ന് പറയുന്നത് നമുക്ക് ലിനൻ കബേർഡാണ്. നമ്മളുടെ ടവല് അങ്ങനെ പറയുന്ന, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ വെച്ചേക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വാട്ടർ സിലിണ്ടർ, ഹോട്ട് വാട്ടർ സിലിണ്ടർ അതിൻ്റെ ഉള്ളിലാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ മെമ്മറികൾ ഉള്ള ഫോട്ടോ ഫ്രെയിം, ഞങ്ങളുടെ കല്യാണ പിക്ചേഴ്സ് അങ്ങനെ വന്നിട്ട് ചെറിയ ഫോട്ടോ ഫ്രെയിംസ്, കുറേയധികം ഫോട്ടോസ് ഒന്നിച്ച് ഫ്രെയിം ചെയ്താണ്. ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മളുടെ കുർണിമോളുടെ ബെഡ്റൂം. കുർണിമോളുടെ ബെഡ്റൂം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് റീസെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെയായിരുന്നു അവളുടെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ ചേഞ്ച് വരുത്തി. അപ്പോൾ ഇതാണ് കുർണീസിൻ്റെ റൂം. കുർണീസാണ് മിത്രയുടെ റൂം. മിത്രയുടെ സ്റ്റഡി ടേബിൾ പ്ലസ് മേക്കപ്പ് ഏരിയ, അവളുടെ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ബെഡാണ്. താഴെ വലിച്ചു കഴിഞ്ഞാൽ താഴെ ഒരു ബെഡും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മളുടെ വാഷ്റൂം, കോമൺ വാഷ്റൂമാണത്. കോമൺ വാഷ്റൂം എന്ന് പറയുമ്പോൾ കോമൺ വാഷ്റൂമിൽ നമ്മൾക്ക് ഇവിടെ ഇതിൽ നമുക്ക് ബാത്ത് ടബ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഷവർ റൂം. ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള ഷവർ റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മളിവിടെ ഒരു ചെറിയൊരു ക്ലോക്ക് ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സുട്ടു ഞങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ സുട്ടുവിൻ്റെ ബെഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾക്ക് എയർ കണ്ടീഷണർ നമ്മുടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തതാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്കൊരു വാക്കിംഗ് വാർഡ്രോബ് ഉണ്ട്. വാക്കിംഗ് വാർഡ്രോബ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ 2 പേരെയും ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട് വാക്കിംഗ് വാർഡ്രോബിൽ. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. കാരണം അതിൽ ടബും കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് കോമൺ ടോയ്ലറ്റ്. പിന്നെ അവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടുന്ന് സ്ലൈഡിങ് ഡോർ കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് സ്ലൈഡിങ് ഡോർ ഉണ്ട്. സ്ലൈഡിങ് ഡോർ ത്രൂ
പുറത്തേക്ക്. അപ്പം നമ്മുടെ ഗാർഡൻ ഷെഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളവിടെ ഒരു ഗാർഡൻ അവിടെ സെറ്റ് ചെയ്തിരുന്നത്. നമ്മുടെ ഗാർഡൻ അറിയത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് കടന്ന് പുറത്തേക്ക് ഇങ്ങനെ കടന്നിട്ട് നമ്മളുടെ ഫുള്ള് നമ്മളുടെ ഡെക്കിങ് ഇങ്ങനെ നമ്മുടെ കിച്ചൺ വരെ കിച്ചൺ വരെ പോകുന്നുണ്ടോ. അങ്ങനെ പോയി നമ്മൾ നമ്മുടെ ബാർബിക്യൂ മെഷീൻ. അപ്പോൾ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഔട്ട് സൈഡ്. അപ്പം ഇത്രയും വരെ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരെ. അപ്പം ഇതാണ് നമ്മളുടെ ഔട്ട് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഔട്ട് സൈഡ്. ദിസ് ഇസ് ഔട്ട് സൈഡ്. ചുറ്റു. പിന്നെ നമ്മൾക്ക് ഈ വീടിൻ്റെ ആ സൈഡിലായിട്ട് ഒരു 2000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ഉണ്ട്. ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടർ ടാങ്കാണ് കേട്ടോ. ഒരു 2000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ്. നമ്മുടെ മഴവെള്ളം കാര്യങ്ങളൊക്കെ അതിലാണ് സ്റ്റോറേജ് വരുന്നത്. നമ്മുടെ ആ വെള്ളം നമ്മുടെ ഗാർഡനിങ്ങിനും അതുപോലെ തന്നെ ഔട്ട് സൈഡ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ വരുന്നത്. അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഹൗസ് ടൂറ്. ഇതാണ് നമ്മളുടെ വീട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.